സീപ്ലെയിൻ പദ്ധതി നടപ്പിലാക്കുന്നതിൽ പ്രതിസന്ധിയിലായി സംസ്ഥാന സർക്കാർ. സിപിഐയും വനംവകുപ്പും എതിർപ്പ് ശക്തമാക്കുന്നതാണ് ആശങ്കയ്ക്ക് കാരണം. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വന്തം പേരിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിനാണ് തിരിച്ചടി ഏറ്റത്. പ്രജിത് മോഹൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രജിത്ത്, ആവശ്യപ്പെട്ട് സീപ്ലെയിനൊക്കെ കൊണ്ടുവന്നു, പക്ഷെ മുന്നണിക്കുള്ളിൽ തന്നെ അതിന് എതിർപ്പും വന്നു. മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി സ്വന്തം പേരിൽ നടപ്പിലാക്കാനുള്ള നീക്കത്തിനും ഒരു വലിയ തിരിച്ചടി തന്നെയല്ലേ ഉണ്ടായിരിക്കുന്നത്. വളരെ രസകരവും കൗതുകരവുമൊക്കെയാണ് ഈ കാര്യം പറയുമ്പോൾ. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ ചില പദ്ധതികൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതികളെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇത്തരം വികസന പദ്ധതികളെല്ലാം വ്യാജ പ്രചരണത്തിലൂടെ ഇല്ലാതാക്കുക. പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന അതേ പദ്ധതികൾ കൃത്യമായി സ്വന്തം പേര് മാറ്റി സ്വന്തം പദ്ധതിയായിട്ട് അവതരിപ്പിക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത്തവണ CPM-ന് കുറച്ച് കല്ലുകടിയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഒന്ന്, ഇതൊരു കേന്ദ്ര പദ്ധതിയാണ് എന്നുള്ള വാസ്തവം അത് പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന റീജിയണൽ കണക്ടിവിറ്റി സംവിധാനങ്ങളെയൊക്കെ കൂടുതൽ ഫലവത്താക്കുന്നതിന് വേണ്ടി ഹ്രസ്വദൂര വിമാനയാത്രകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഉഡാൻ പദ്ധതി പ്രകാരമുള്ള ഒരു ജലവിമാന പദ്ധതിയാണ് ഇതെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. പ്രത്യേകിച്ച് 2020-ൽ ഗുജറാത്തിലും പിന്നീട് ഈ അടുത്ത കാലത്ത് ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉണ്ടായിട്ടുള്ള സമാനമായ പദ്ധതികളും ഇതിനൊപ്പം തന്നെ ഇപ്പോൾ വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വാർത്തകളും പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി കേരളത്തിൽ പേര് മാറ്റി നവകേരള പദ്ധതിയായി അവതരിപ്പിച്ച് ടൂറിസം വകുപ്പിന് പേര് നേടിക്കൊടുക്കാനുള്ള ആ ഒരു ശ്രമത്തിന് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെയാണ്. ഒന്ന്, LDF-ലെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ CPI സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രത്യേകിച്ച് 2013-ൽ സമാനമായൊരു പദ്ധതിയെ UDF സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതിയെ അതിനെ സമരം ചെയ്ത് മത്സ്യത്തൊഴിലാളികളെ അടക്കം ഇളക്കിവിട്ട് വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ആ പദ്ധതി ഇല്ലാതാക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ചത് CPM-ഉം CPI-യുമാണ്. എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം എന്നുള്ളതാണ് CPI ചോദിക്കുന്നത്. CPI തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയം ഉയർത്തിയെങ്കിലും പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ മൗനം പാലിച്ചിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വീണ്ടും ശക്തമായി വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇനി സീപ്ലെയിൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് LDF-ൽ ആലോചിച്ചിട്ട് മതി എന്നുള്ളൊരു നിലപാട് CPI മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ CPI-യുടെ തൊഴിലാളി സംഘടനയായ AITUC ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായിട്ടുള്ള ഒപ്പുശേഖരണം അടക്കം AITUC നടത്തുന്നുണ്ട്. ഒപ്പം മത്സ്യത്തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്ന CPM അനുകൂല സംഘടനകൾ പോലും വലിയ എതിർപ്പുമായി നിൽക്കുന്നു. പ്രത്യേകിച്ച് 2013-ൽ ജനങ്ങളുടെ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ ജീവനും അവരുടെ ഈ സാമ്പത്തിക വ്യവസ്ഥയെല്ലാം ഇത് തകർക്കും, കായലുകളിലെയും കടലിലേക്ക് മത്സ്യസമ്പത്തിനെ ബാധിക്കും, കക്ക വാരുന്ന തൊഴിലാളികളുടെ ഉപജീവനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളായിരുന്നു, അല്ലെങ്കിൽ അത്തരം പ്രചാരണങ്ങൾ നടത്തിയാണ് CPM അന്ന് മത്സ്യത്തൊഴിലാളികളെ ഇളക്കി വിട്ടത്. ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ തിരിച്ച് CPM-നോട് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിരോധത്തിലേക്ക് CPM പോവുകയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഇതിനൊപ്പം തന്നെയാണ് സർക്കാർ നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി, അത് കൂടുതൽ ഗുരുതരമാണ്. പ്രത്യേകിച്ച് വനം വകുപ്പ് ഉയർത്തുന്ന എതിർപ്പ്, അത് കൃത്യമായി ആനത്താര അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ മാട്ടുപ്പെട്ടി ഡാമിൽ ഈ സീപ്ലെയിൻ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നിരവധി ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരു പാരിസ്ഥിതിക ലോല മേഖലയാണ്. ഈ വിമാനത്തിൻ്റെ ശബ്ദവും സാന്നിധ്യവും ഒക്കെ ഈ മേഖലയിൽ നിന്നുള്ള വന്യമൃഗങ്ങളെ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയിലേക്ക് തള്ളിവിടുന്നതിനൊരു കാരണമാകും. അങ്ങനെ മനുഷ്യമൃഗ സംഘർഷമൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായ പഠനങ്ങൾ നടത്തണമെന്ന് തുടങ്ങിയിട്ടുള്ള ശക്തമായ നിലപാടുമായി വനം വകുപ്പ് നിൽക്കുന്നു. അങ്ങനെ കേന്ദ്ര പദ്ധതി സ്വന്തം പേരിൽ അവതരിപ്പിച്ച് നേട്ടം കൊയ്യാനുള്ള ടൂറിസം വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രമങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഈ മൊത്തത്തിൽ കാര്യങ്ങൾ എന്നുള്ളതാണ്. കാരണം 2013-ൽ സംഭവിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഈ സീപ്ലെയിൻ്റെ പ്രാഥമിക നടപടികൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. CPI ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ അത് അവിടെ തന്നെ അവസാനിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ശരി, പറന്നുയർന്ന വിവാദം കെട്ടടങ്ങുന്നില്ല. പ്രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.